വാഴുന്നവരുടെ ആദിയും നാട്ടുകാരുടെ വ്യാധിയും മാറ്റാൻ ജട തേടി പുലി പാതാളത്തിൽ പോയി മറഞ്ഞ കാര്യമെന്ന ദളിത് കളരി ഗുരുക്കൾ. നാങ്കളെ കുത്തിയാലും മീങ്കളെ കുത്തിയാലും ചോന ചോരയെന്ന് പറഞ്ഞ പൊട്ടനെന്ന റാഡിക്കൽ ഹ്യൂമനിസ്റ്റ്. വ്യഭിചാരക്കുറ്റം ചുമത്തി സ്വന്തം അച്ഛനാൽ തന്നെ കൊല ചെയ്യപ്പെട്ട അടിയാത്തി പെണ്ണിന്റെ പുനർജന്മം നീലിയാർ ഭഗവതി. വന്നവരെ മടക്കേണ്ടെന്നും പോന്നവരെ വിളിക്കേണ്ടെന്നും ചൊല്ലിയ മുത്തപ്പനെന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴുന്ന ഗുളികനെന്ന കുളിയൻ തെയ്യം. 7 മലയോളം മേലേക്കും 7 കോലാഴം താഴേക്കും പടർന്നു കിടക്കുന്നതാണ് വടക്കൻ കേരളത്തിന്റെ നാട്ടറയാലിന്റെ അടിവേരുകൾ. തുലാം 10 കഴിഞ്ഞ് മഴ തോർന്ന് മാനം തെളിഞ്ഞതോടെ തോറ്റമ്പാട്ടിന്റെ വിത്തുകളെ ഈ വേരുകൾ വീണ്ടും തട്ടിയുണർത്തിയിരിക്കും. ഇത്രനാളും മതിലകങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന കോലകൾ ചെണ്ടമേളം കേട്ടുണരും. സാധാരണക്കാരന്റെ സങ്കടങ്ങളും വേദനകളും ആത്മഹർഷവുമൊക്കെ പങ്കിടാൻ ദൈവങ്ങൾ മണ്ണിലേക്കിറങ്ങി വരും. R.C. കരിപ്പത്തിന്റെ തെയ്യപ്രപഞ്ചമെന്ന പുസ്തകം തെയ്യത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥങ്ങളിലൊന്നാണ്. ദൈവമെന്ന വാക്കിന്റെ ഗ്രാമ്യരൂപമാണ് തെയ്യമെന്നാണ് കരിപ്പത്ത് മാഷ് പറയുന്നത്. ചെണ്ടമേളത്തിന്റെ ലഹരിയിൽ വെള്ളാട്ട് ചിലമ്പടിഞ്ഞ തെയ്യങ്ങൾ കാവിന്റെ മുറ്റത്ത് ഉറഞ്ഞാടുമ്പോൾ അത് കാണുന്നവരിൽ ജനിക്കുന്നത് വിവരണാതീതമായ ഒരു ആനന്ദമാണ്. തുലാമാസങ്ങൾ മുതൽ ഇങ്ങോട്ട് ഇടവപ്പാതി വരെയാണ് പൊതുവെ തെയ്യാട്ടക്കാലം. 10-ാം ഉദയത്തോടെ പടി തുറക്കുന്ന തെയ്യക്കാവുകൾ ഓരോന്നും പണ്ടേ നിശ്ചയിച്ചു വെച്ച തീയതികളിൽ കളിയാട്ടത്തിന് തിരുമുറ്റമൊരുക്കും. എല്ലാ കാവുകളിലും ആണ്ടോടടുക്കുമ്പോൾ കൂടുന്ന കളിയാട്ടം നടക്കണമെന്നില്ല. ചിലർ വർഷാവർഷം നടത്തുമ്പോൾ ചില കാവുകൾ ഈരാണ്ടു കൂടുമ്പോഴോ മൂവാണ്ടിൽ ഒരിക്കലോ നിശ്ചിത തീയതികളിൽ തെയ്യാട്ടങ്ങൾ നടത്തുന്നു. തന്റെ നിസാരതയെ തിരിച്ചറിയുമ്പോഴാണ് ഒരു മനുഷ്യൻ വിനീതനാവുക. ഈശ്വരാതീതമായ ശക്തികളെക്കുറിച്ചവൻ ചിന്തിക്കുന്നതും അപ്പോൾ തന്നെയാണ്. ഉത്കണ്ഠയും അരക്ഷിതത്വബോധവും അവനെ അനീത ശക്തികളിൽ ആരാധിപ്പിക്കാൻ പ്രേരിപ്പിക്കും. അങ്ങനെ താൻ ഭയപ്പെടുന്നവനെ ആരാധിച്ച് തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി അനേകം വർഗങ്ങൾ അവന്റെ പരിമിത ബുദ്ധിയിൽ തെളിഞ്ഞവയിലൊന്നാണ് ഈ തെയ്യാട്ടം. ഓരോ തെയ്യത്തിന്റെയും അത്ഭുതകരമായ രക്ഷാശിക്ഷാ കഥകൾ തലമുറകളിലൂടെ പരന്നൊഴുകിയപ്പോൾ ദൈവഭയവും തെയ്യാട്ട സംസ്കാരവും തോളോട് തോൾ ചേർന്ന് വളർന്നു വന്നു. ഇന്നും അത് വടക്കൻ കേരളത്തിൽ വർദ്ധിത വീര്യത്തോടെ നിലനിൽക്കുന്നത് ഇന്നും അതിന്റെ പേരിൽ തലമുറകൾ കൈമാറി വരുന്ന കാർമികവും ധാർമ്മികവുമായ നന്മകൾ കാരണമാണ്. എത്ര വായിച്ചാലും കേട്ടറിഞ്ഞാലും കിട്ടാത്ത തെയ്യാട്ടത്തിന്റെ രസഭാവദീപ്തി അത് നേരിൽ കണ്ടുതന്നെ നിന്നാൽ മാത്രമേ അനുഭവിച്ചറിയാനാവൂ. കഥയറിഞ്ഞ് കളിയാട്ടക്കാവിലെത്തുന്ന ഏതൊരാൾക്കും തെയ്യാട്ടം സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ മർത്യജീവിതത്തിന്റെ അനേകം പൊരുളുകൾ അതിൽ ഇതൾ വിരിയുന്നത് കാണാം. പണ്ട് തെയ്യം പരിഭാവനമായ ഒരു അനുഷ്ഠാന രൂപവും കണ്ടു നിൽക്കുന്നവർ ഒന്നടങ്കം തികഞ്ഞ ഭക്തരുമായിരുന്നു. പുതിയ കാലമാണ് തെയ്യത്തെ ഒരു കലാരൂപവും ഭക്തരെ കാണികളുമാക്കി മാറ്റിയത്. തെയ്യങ്ങൾ കുടികൊള്ളുന്ന കാവുകൾ വടക്കൻ കേരളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. താന്ത്രിക വിധിപ്രകാരം പണി കഴിപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങളുടെ മാതൃകയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു ഘടനയാണ് തെയ്യക്കാവുകൾക്കുള്ളത്. കാവിലെ പള്ളിയറയിൽ സദാ നിറഞ്ഞു കത്തുന്ന ദീപവും അതിനരികിലെ പള്ളിപീഠവും പീഠത്തിൽ വിരിച്ചിട്ട പട്ടിന്മേൽ ഓരോ ദൈവത്തിന്റെയും സങ്കല്പത്തിലുള്ള തിരുവായുധങ്ങളും ഭക്തി പുരസരം വെച്ചിട്ടുണ്ടാവും. തെയ്യക്കാവുകളുടെ മുഖമുദ്ര കിം പുരുഷ രൂപമാണ്. പള്ളിയറയുടെ മുഖ്യ കവാടത്തിന് മുകളിലായി മരത്തിൽ കൊത്തിയെടുക്കുന്ന ഭയാനകമായ ഒരു രൂപമാണ് കിം പുരുഷ രൂപം. പുറത്തേക്ക് തള്ളിയ ചോരക്കണ്ണുകൾ, കോമ്പല്ലുകൾക്കിടയിലൂടെ താഴ്ന്നിറങ്ങിയ ചോര വാർന്നൊഴുകുന്ന നീണ്ട നാക്ക്, ദൈവപ്രപഞ്ചത്തെ മുഴുവൻ മാറിൽ ചേർത്ത് ഇരുപുറത്തേക്കും നീട്ടിപ്പിടിച്ച ദീർഘവും ബലിഷ്ഠവുമായ കൈകൾ. നിശ്ചിത തീയതികളിൽ തെയ്യം കെട്ടാൻ അവകാശമുള്ള തെയ്യക്കാർ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ കാവിൽ എത്തിയിരിക്കണം. കലശം വെക്കാനുള്ള അധികാരിയായ തീയ സമുദായക്കാരനും തെയ്യം കെട്ടുന്നത് വേറെ ജാതിക്കാരനുമാണ്. പക്ഷെ കാവിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ അവർ തെയ്യത്തിന് വേണ്ടി പരിശ്രമിക്കുന്നവർ മാത്രമാണ്. അവിടെ അവരുടെ ജാതി പ്രസക്തമല്ല. ഏവരും തുല്യരാണ്. ജാതിക്കതീതമായ ഒരു ഒരുമിക്കൽ. തെയ്യത്തിന്റെ സഹായികളായി കൂടെ എത്തുന്നവരിൽ മുഖത്തെഴുതി വിദഗ്ധരും തോറ്റംപാട്ടിൽ പ്രാവീണ്യമുള്ളവരും ഓലച്ചമയത്തിനും ചെണ്ടവാദനത്തിനും കഴിവ് നേടിയവരുമായിരിക്കും. ചാണകം മെഴുകി അലങ്കരിച്ച തിരുമുറ്റത്ത് നിറദീപത്തെ തൊഴുതു വണങ്ങിയവർ തിടങ്ങൾ ആരംഭിക്കും. കഥകളിയിലെ കേളികുട്ടിനോട് സാമ്യമുള്ള ഒരു പരിപാടിയാണ് സന്ധ്യാനേരത്ത് ആരംഭിക്കുന്ന ഈ തിടങ്ങൽ. കാവിൽ കളിയാട്ടം തുടങ്ങുകയാണെന്ന് നാട്ടുകാരോട് വിളംബരം ചെയ്യുന്ന ഒരു ചടങ്ങാണിത്.
പ്രസിദ്ധ തെയ്യം പണ്ഡിതൻ CMS ചന്ദേരിയുടെ പുത്രൻ തെയ്യം ഗവേഷകനുമായ ഡോക്ടർ സഞ്ജീവൻ അഴീക്കോട് തന്റെ തെയ്യത്തിന്റെ ജാതി വഴക്കം എന്ന പുസ്തകത്തിൽ തെയ്യാട്ടത്തെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ നിരീക്ഷണങ്ങളും നടത്തുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ തെയ്യത്തിൽ ഏറ്റവും പ്രസക്തമായൊരു കാര്യം വെളിപാട് എന്ന അലൗകിക അവസ്ഥയാണ്. കളിയാട്ടം നടക്കാത്ത സമയത്തൊന്നും തന്നെ കാവിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കില്ല എന്നാണ് സങ്കല്പം. ദൈവചൈതന്യം അവർ വിണ്ണിൽ നിന്ന് മണ്ണിലേക്ക് തോറ്റം പാടി ആവാഹിച്ചു കൊണ്ടുവരുന്നതാണ്. ആദ്യം പള്ളിപീഠമെന്ന താൽക്കാലിക സ്ഥാനത്തേക്ക്, അവിടെ നിന്ന് തിരുവായുധമായ പള്ളിവാളെന്ന ആയുധത്തിലേക്കും തോറ്റം പാടി വരവിളിക്കുകയാണിവർ ദൈവത്തെ. ശേഷം കത്തിച്ച കൊടിയില വഴി കോലക്കാരനിലേക്ക് അത് പകരും. കൊടിയിലയിൽ നിന്നും അണിയറയിൽ കൊത്തുവിളക്കിലേക്കും ആ ചൈതന്യം പകരുന്നു. അതിന്റെ കീഴിലിരുന്നാണ് കോലക്കാരന്റെ മുഖത്തെഴുത്ത്. മുഖത്ത് കോലമെഴുതി തിരുമുടി കൂടി കെട്ടിക്കഴിഞ്ഞാലേ വെളിപാട് പൂർണ്ണതയാവൂ. തോറ്റംപാട്ടിന്റെ പശ്ചാത്തലത്തിൽ അലൗകിക ഭംഗി ഈ ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ചിന്തിച്ച് കോലക്കാരൻ താൻ ഏതു വേഷമാണോ കെട്ടുന്നത് അത് തന്നെയായി മാറും. അവന് വെളിപാടുണ്ടാകും. ചുരുക്കത്തിൽ വെളിച്ചപ്പാടിനുണ്ടാകുന്ന ഈ വെളിപാടാണ് തെയ്യമെന്ന സങ്കല്പത്തിന്റെ അടിസ്ഥാനം. സവർണ ജാതി നാടുവാഴിയായ തമ്പ്രാക്കന്മാർ ജാതി വർഗ വൈര്യങ്ങൾ കൊണ്ട് തല്ലിയും കുത്തിയും ചുട്ടും കൊന്നും കളഞ്ഞും മനം നൊന്ത് ആത്മഹത്യ ചെയ്തതുമായിട്ടുള്ള നിരവധി പേരുടെ ഓർമ്മകളിൽ ഈ നാടിന്റെ പ്രാദേശിക വിശ്വാസ വഴക്കങ്ങൾ ആണ് തെയ്യം കഥകളുടെ ഇതിവൃത്തം. കരിവന്നൂർ വീരൻ മുതൽ മുച്ചിലോട്ട് ഭഗവതി വരെയുള്ള പേരുകേട്ട തെയ്യങ്ങളുടെ തോറ്റംപാട്ടിൽ നിന്ന് നമുക്ക് ഈ കഥകൾ പലതും കണ്ടെടുക്കാനാകും. ഒരു കാലത്ത് ചാത്തനും മാടനും കാളിയും മുത്തപ്പനുമൊക്കെ ആയിരുന്നു ഈ ജനതയുടെ ആരാധനാമൂർത്തികൾ. അന്നത്തെ ഹിന്ദു ആരാധനാലയത്തിൽ വേദവിധികളോടെ പാലും തൈരും വെണ്ണയും തേനും പൂക്കളുമൊക്കെ ഉപയോഗിച്ച് ബ്രാഹ്മണർ ദേവപൂജ ചെയ്യുമ്പോൾ നീണ്ട പാടകലെ നിർത്തിയിരുന്ന കീഴ്ജാതിക്കാരായ പാവപ്പെട്ട മനുഷ്യർ അവർക്ക് ആരാധിക്കാനായി കാവുകൾ ഉണ്ടാക്കുന്നു. അവിടെ അവര് തന്നെ പൂജാരിയുമാകുന്നു. കള്ളും മീനും മാംസവും നേദിച്ച് അവർ ഈ വേദവിധികളെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന അനുഷ്ഠാന മൂർത്തികളാണ് അന്നാട്ടിലെ തെയ്യക്കോലങ്ങൾ. കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂരിനടുത്ത് ഭരവിൽക്കാവ് എന്നൊരു കാവുണ്ട്. കാട്ടിനുള്ളിൽ ഒരു ആരാധനാലയമാണത്. അവിടെയാണ് തിക്കോലിയുടെ കോട്ടമുള്ളത്. ഇന്ന് അമ്പലം എന്ന് മാറ്റി വിളിക്കുന്ന തെയ്യങ്ങളുടെ ആരാധനാലയം കോട്ടം എന്നാണ് പറയുക. ആ കോട്ടത്തിൽ വെളിപ്പെടുന്ന തിക്കേലി എന്നൊരു തെയ്യമുണ്ട്. അതിന്റെ ഐതിഹ്യം വളരെ രസകരമായ ഒന്നാണ്. ശിവനും പാർവതിയും സുബ്രഹ്മണ്യനും കൂടി ഒരിക്കൽ ചണ്ടാള വേഷത്തിൽ നാട് കാണാൻ ഇറങ്ങുന്നു. നടന്നു ക്ഷീണിച്ചപ്പോൾ അവർ വഴിയിൽ കണ്ട ബ്രാഹ്മണ ഗൃഹത്തിൽ കയറി അവിടെ കണ്ട സ്ത്രീയോട് വെള്ളം ചോദിക്കുന്നു. വിരൂപരൂപിയായിട്ടുള്ളവരെ കണ്ട് ആ ബ്രാഹ്മണ സ്ത്രീ തന്റെ കിങ്കരന്മാരെ കൊണ്ട് അവരെ അടിച്ചോടിക്കുന്നു. അവിടുന്ന് പ്രാണനം കൊണ്ട് ഓടിയ അവർ ചെന്നു കയറുന്നത് ഒരു നായർ തറവാട്ടിലാണ്. അവിടെ നിന്നും അവർക്ക് ഇതേ അനുഭവം തന്നെയാണ് നേരിട്ടത്. ഒടുവിൽ അവർ കരിമ്പാലർ എന്നറിയപ്പെടുന്ന ഒരു കീഴ്ജാതി കുടുംബത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്നവർക്ക് വെള്ളവും ഭക്ഷണവും വിശ്രമിക്കാൻ സ്ഥലവും കൊടുക്കുന്നു. അതിൽ സംതൃപ്തരായവർ ദൈവരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ അനുഗ്രഹിക്കുന്നു. ഈ 3 പേരുടെയും ചണ്ടാള രൂപത്തിലാണ് തിക്കേലിക്കോലങ്ങൾ. ഭൂതഗണങ്ങളെ പ്രതിനിധീകരിച്ച നാട്ടുകാരും ഒച്ചത്തിൽ കൂകിക്കൊണ്ടാണിവർ വരുന്നത്. പണ്ടൊക്കെ ഈ കൂവൽ കേട്ടാൽ സമ്പന്ന ജാതിയിൽപ്പെട്ട സ്ത്രീകൾ തിക്കേലികളുടെ ദൃഷ്ടിയിൽപ്പെടാതെ ഓടി ഒളിക്കണമെന്നാണ്. പണ്ടൊക്കെ ഇക്കാരണം കൊണ്ട് സ്കൂൾ വരെ ഉച്ചയ്ക്ക് വിട്ടിരുന്നു അത്രേ. കാലം മാറി നാട് മൊത്തം വീടായപ്പോൾ ഇവർക്ക് നടന്നെത്താൻ പറ്റാതെയായി. അതുകൊണ്ടാണിപ്പോൾ തിക്കേലിയുടെ നടത്തം നിർത്തി കാവിൽ മാത്രം തിരമതി എന്നായി. ആ കാവിലും ഇന്നും സവർണ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. കണ്ണൂരിൽ ഏറെ പ്രശസ്തമായ ഒരു അമ്പലമാണ് മാമാലിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. അതിനടുത്താണ് ചരിത്രപ്രസിദ്ധമായ നിലാമുറ്റം പള്ളിയും ഖബർസ്ഥാനവും. ഇവിടെ 10-ാം നൂറ്റാണ്ടോളം പഴക്കമുള്ള ഖബറുകൾ ഉറങ്ങുന്ന നിലാമുറ്റം ഖബർസ്ഥാനത്തെക്കുറിച്ച് എത്ര കണ്ണൂർക്കാർക്ക് വേണ്ടത്ര ധാരണ ഉണ്ടെന്നറിയില്ല. പക്ഷേ ഈ മാമാലിക്കുന്ന് അമ്പലത്തിന് പുറത്ത് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലെന്നതിനൊപ്പം മറ്റൊരു ബോർഡ് കൂടിയുണ്ട്. അത് നിലാമുറ്റം പള്ളിയുമായി ഈ ക്ഷേത്രത്തിന് യാതൊരുവിധ ബന്ധവുമില്ല. അവിടെ സന്ദർശിക്കുന്നവർ ക്ഷേത്രത്തിൽ പ്രവേശിക്കരുതെന്നാണ്. എന്നാൽ ഈ പള്ളിയോട് ചേർന്ന് മുസ്ലിം വിശ്വാസികൾ നേർച്ച നേരുന്ന മറ്റൊരു ദേവസ്ഥാനമുണ്ട്. അതാണ് ചുഴലി ഭഗവതി ക്ഷേത്രം. അവിടെ ഈ പറയുന്ന യാതൊരുവിധ ഐത്തവുമില്ല. ആ സന്നിധിയിലേക്ക് ഒരു അഹിന്ദുക്കൾക്കും പ്രവേശനത്തിന് വിലക്കില്ല. അതുപോലെ കാസർഗോഡ് മുഖാമുഖം നിൽക്കുന്നൊരു കാവും പള്ളിയുമുണ്ട്. തിരുവുത്സവത്തിന് പള്ളിവക പണം നൽകും. വിഷ്ണുമൂർത്തി തെയ്യം
കാവിലാടിക്കഴിഞ്ഞ് പള്ളിയിലേക്ക് ചെല്ലും. ഈമാം അരിയിട്ട് കാശുകൊണ്ട് തെയ്യം ചാർത്തി ആ തെയ്യത്തെ സ്വീകരിക്കും. പകരം പലരും മഞ്ഞളും വിഷ്ണുവായ മൂർത്തിക്ക് കൊടുക്കും. ഭാങ്ക് സമയം നിശബ്ദരായി കാതുകളോർത്ത് തെയ്യം ഈ ഭാങ്ക് വിളി ശ്രവിക്കും. എന്റെ ഭാങ്ക് വെളിച്ചം എന്നും എന്റെ കർണത്തിന് മധുരമൊഴിയായിട്ട് വേണം. നിന്റെ ഭാങ്കുവിളിയും എന്റെ ശംഖുനാദവും സംവത്സരങ്ങളോളം ഈ മണ്ണിൽ ഒരുമിച്ച് നിലനിൽക്കണമെന്നും നമ്മുടെ കുട്ടികൾ അത് ഒന്നിച്ചു പാടണമെന്നും പള്ളിമാമിന്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് അവിടത്തെ തെയ്യം പറയുന്നു. രണ്ടു കൂട്ടരും അരിയും മറ്റും കൈമാറി പിരിയുന്നു. കാവിലെ അന്നദാനം പള്ളിയിലെ അരി കൊണ്ടായിരിക്കും. തെയ്യങ്ങളുടെ കൂട്ടത്തിൽ രാവണന്റെ തെയ്യവും മാവേലിയുടെ തെയ്യവും തൊട്ട് മുസ്ലിം തെയ്യം വരെയുണ്ട്. രാമനെയും ഹിന്ദുക്കളെയും ശത്രുസ്ഥാനത്ത് നിർത്തുന്ന ദൈവം, കോഴിയെ കടിച്ചുകൊന്ന് ചോര കുടിക്കുന്ന കനലിലും തീയിലും ചാടുന്ന തെയ്യം. ഒരു കാലത്ത് അസുരവാദ്യം എന്ന പേരിൽ ക്ഷേത്രത്തിനകത്ത് ചെണ്ട കയറ്റില്ലായിരുന്നു. പലയിടത്തും മത്സ്യമാംസാദികൾ വർദ്ധിച്ച് പൂജാരിയുടെ തീണ്ടാപ്പാടാകലിൽ നിന്നാണ് ഹിന്ദു ക്ഷേത്രത്തിലെ ചന്ദനം ചാർത്തിയ ദൈവത്തെ ദർശിക്കുന്നത്. എന്നാൽ മത്സ്യവും മാംസവും മദ്യവുമൊക്കെ യഥേഷ്ടം ഇങ്ങനെ ഒഴുകുന്ന പൂജാരിയും തെയ്യക്കോലവും വിശ്വാസികളെ ആലിംഗനം ചെയ്ത് വരവേൽക്കുന്ന മഞ്ഞളും ചുവന്ന പുഷ്പങ്ങളും പ്രസാദമായി നൽകുന്നവയാണ് ഒരു തെയ്യക്കാവുകൾ. ഞാനും എന്റെ പൈതങ്ങളും ഈ ബലിക്കല്ലിൽ തല തല്ലി ചത്തപ്പോൾ വെണ്ണ കുടിച്ച് കണ്ണടച്ചു നിന്നവനില്ലേ നീ എന്നർത്ഥം വരുന്ന ഒരു തോറ്റമ്പാട്ട് ഹിന്ദു ദൈവത്തെ പുച്ഛിച്ചു പാടുന്ന ഒരു തെയ്യമുണ്ട്. നിനക്കൊരാപത്ത് വന്നപ്പോൾ പൂജാമുറിയിൽ നീ തിരിയിട്ട് വാഴിക്കുന്ന അനേകായിരം ദൈവങ്ങൾ ഉണ്ടായിട്ടും നീ മുത്തപ്പ എന്നല്ലേ നീട്ടി വിളിച്ചതെന്നും മാതാവായും പിതാവായും പൈതലായും മുത്തപ്പനല്ലേ നിന്റെ ഉള്ളിൽ നിന്നെ കാത്തുവെന്നുമൊക്കെ മുത്തപ്പൻ തെയ്യങ്ങൾ വിശ്വാസികളോട് വെളിപ്പെടുത്താറുണ്ട്. ആര്യദൈവങ്ങളുടെ ആരാധനാലയത്തിൽ പൂജാരികളെ തൊട്ടുകൂടാ, ശ്രീകോവിലിൽ ചവിട്ടിക്കൂടാ, അങ്ങനെ പലതുമുണ്ട്. എന്നാൽ തെയ്യാട്ടം നടക്കുമ്പോൾ ദൈവരൂപമായ തെയ്യത്തിന്റെ മടിയിൽ തലവെച്ച് കരഞ്ഞുകൊണ്ട് എത്രയോ സമയം മനുഷ്യർ സങ്കടം പറയുന്നത് കാണാം. ഈ ഒരു ഡയറക്റ്റ് ആക്സസ് കൂടിയാണ് തെയ്യത്തെ മനുഷ്യരിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. തെയ്യത്തിനെന്തേ ചുവപ്പ് നിറം? ചുവപ്പിലേക്കുള്ള പരിണാമത്തിൽ കേരളത്തിൻ്റെതായ സാധ്യതയുണ്ട്. പണ്ട് കീഴ്ജാതിക്കാർക്ക് ചന്ദനം, കളഭം തുടങ്ങിയവ ഉപയോഗിക്കുന്നത് അനുവാദമില്ലായിരുന്നു. ചോമൻ ചന്ദനം ചാർത്തിയാൽ കോമനാകുമോ എന്നൊരു ചൊല്ലുപോലും അക്കാലത്തുണ്ടായിരുന്നു. ഇവിടെ ചോമൻ എന്ന് പറയുന്നത് ചെറുമനും കോമൻ എന്ന് പറയുന്നവൻ നായരുമായിരുന്നു. തെയ്യത്തിന്റെ മുഖത്തെഴുത്ത് മാസങ്ങൾക്ക് മുന്നേ ജോലി തുടങ്ങിയാൽ മാത്രം സാധ്യമാകുന്ന ഒരു കഠിനാധ്വാനമാണ്. പലതരത്തിലുള്ള കല്ലുകൾ അരച്ചു പൊടിച്ചാണ് തെയ്യത്തിലേക്ക് വേണ്ട നിറങ്ങൾ നിർമ്മിക്കുന്നത്. കല്ല്, മണ്ണ്, ചുണ്ണാമ്പ്, ഇതിന്റെയൊക്കെ പുറമെ കുരുത്തോല, ചെക്കിപ്പൂവ്, ചെമ്പകം എന്നിവ പ്രധാനമായി ഉപയോഗിക്കുന്നു. ഇതൊക്കെ ചേർന്ന് വന്നപ്പോൾ സ്വാഭാവികമായി തെളിഞ്ഞു വന്ന ചുവപ്പ് രാശിയിൽ തെയ്യം ചുവന്നു പോയതാവാനാണ് സാധ്യത. കോഴിയെ കൊന്ന് അതിന്റെ ചോര ദേഹത്ത് പുരട്ടുന്ന കോലവുമുണ്ട്. ചുവപ്പ് പ്രകൃതിയിൽ നിന്ന് എളുപ്പം കിട്ടുന്ന നിറം എന്നതിലുപരി ഇതിന്റെ രൗദ്രത കൂട്ടുന്ന ഒന്നുകൂടിയാണ്. പണ്ട് കറണ്ടൊക്കെ വരുന്നതിന് മുന്നേ തന്നെ ചൂട്ടിന്റെ വെളിച്ചത്തിൽ കണ്ടിരുന്ന കോലങ്ങൾക്ക് ഇരട്ടി രൗദ്രതയായിരുന്നു. കണ്ണൂരിലും തളിപ്പറമ്പിലും ഇടയിലുള്ള മാങ്ങാട്ട് വലിയ സമ്പന്ന പ്രമാണി മേത്തളിയില്ലത്ത് കുമാരച്ഛന്റെയും പരക്കയില്ലത്ത് ചക്കിയമ്മയുടെയും മകനായി ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട് ജനിച്ച മകനാണ് പിൽക്കാലത്ത് യോദ്ധാവായ തീയ സമുദായത്തിൽപ്പെട്ട മന്തപ്പൻ ചേകവർ. കുട്ടിയായ മന്തപ്പൻ ചേകവർ വീരനും യോദ്ധാവുമായിരുന്നു. പ്രമാണിയായ അച്ഛന്റെ കൃഷിയും നിലങ്ങളും നോക്കി നടത്താൻ മന്തപ്പൻ കൂട്ടാക്കാതെ പണിയും തൊരവും ഉപേക്ഷിച്ച് കൂട്ടുകാരോടൊത്ത് കറങ്ങി നടക്കുകയും ആയുധാഭ്യാസത്തിന് പോകുകയും പാവപ്പെട്ടവരോട് ഉള്ള മന്തപ്പന്റെ അടുപ്പവും വീട്ടുകാർ പരാതിപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി പണിയെടുക്കുവാൻ പണിപ്പെണ്ടാട്ടി പറ്റില്ലെന്ന, തിരമെടുക്കുവാൻ തുരക്കാരന്റെ മകനുമല്ല എന്നാണ്. അവന് ചോറും പാലും കൊടുക്കരുതെന്ന് കുമാരച്ഛൻ വീട്ടുകാരെ വിലക്കി. അമ്മ രഹസ്യമായി ചോറ് കൊടുക്കുന്നത് കണ്ട് അച്ഛൻ ദേഷ്യം വന്ന് അവന്റെ വില്ല് ചവിട്ടിയൊടിച്ചു. അങ്ങനെ മന്തപ്പൻ വീട് വിട്ടിറങ്ങി. കുടകിലെ മലയിലേക്ക് കച്ചവടത്തിലേക്ക് പോകുന്ന ചെങ്ങാതിമാരോടൊപ്പം മന്തപ്പൻ പോകാനൊരുങ്ങി. പ്രമാണിയായ മന്തപ്പന്റെ അച്ഛനെ ഭയന്ന് അവർ അവനെ മദ്യം കൊടുത്ത് മാങ്ങാട് നെടിയ കാഞ്ഞിര കീഴിൽ മയക്കി കിടത്തി. അവനെ കൂട്ടാതെ സ്ഥലം വിട്ടു. ഉണർന്ന് ഒറ്റയ്ക്ക് ദിക്കറിയാതെ അലഞ്ഞ കുഞ്ഞു മന്തപ്പൻ ചേകവർ ഏറെ നേരം തനിച്ചു നടന്ന് അവസാനം ചെങ്ങാതിമാരെ കണ്ടെത്തി. അവർ കതിവന്നൂരിലെ അമ്മാവന്റെ വീട്ടിലെത്തിച്ചേർന്നു. അവൻ അവിടെ താമസിച്ചു. അമ്മാവന്റെ സ്വത്തിൽ പാതി അവന് കിട്ടി. അവർ അവരുടെ സ്വന്തം മകനെ പോലെ വളർത്തി. അമ്മാവൻ അവനെ ആയോധനമുറകൾ പഠിക്കാൻ അയച്ചു. കളരിയിൽ ഗുരുക്കളുടെ അടുത്തു നിന്നും വളരെ വേഗം അവൻ വിദ്യകൾ ഓരോന്നായി പഠിച്ചെടുത്തു. അമ്മായിയുടെ ഉപദേശപ്രകാരം അവൻ എണ്ണ കച്ചവടം തുടങ്ങി.
അതിനിടയിൽ അവൻ വേളാർകോട്ട് ചെമ്മരത്തി എന്ന കാവുതിയ സ്ത്രീയെ കണ്ടുമുട്ടുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഭാര്യാഗൃഹത്തിൽ താമസവും തുടങ്ങി. പലപ്പോഴും വൈകിയെത്താറുള്ള മന്ദപ്പനുമായി ചെമ്മരത്തി പിണങ്ങുകയും പതിവായിരുന്നു. എണ്ണ കച്ചവടമായിരുന്നു അക്കാലത്ത് മന്ദപ്പന്റെ തൊഴിൽ. ചെമ്മരത്തിയുടെ നിർദ്ദേശാനുസരണം വാനവർ നാട്ടിലും ധാനവർ നാട്ടിലും വീരരാജൻ പേട്ടയിലും ചെന്ന് മന്ദപ്പൻ എണ്ണ വ്യാപാരം നടത്തി. ഒരു ദിവസം വരാൻ വൈകിയ മന്ദപ്പനിൽ ചെമ്മരത്തി സംശയാലുവായി. അവൾ കപ്പാല തുറക്കുകയോ നായയെ തടുക്കുകയോ ചെയ്തില്ല. പാലും ചോറും ചോദിച്ച മന്ദപ്പനോട് അവയ്ക്ക് പകരമായി യഥാക്രമം രുതിരം വെട്ടി കുടിക്കാനും തലച്ചോറ് കഴിക്കാനും കോപത്തോടെ പറഞ്ഞു. ഒടുക്കം ഒന്നാമത്തെ ചോറുരുള എടുത്തപ്പോൾ കിട്ടിയത് കല്ലും നെല്ലും തലമുടിയുമെല്ലാം. രണ്ടാമത്തെ ചോറുരുള നെടുകെ പിളർന്നു. അത് കളഞ്ഞു. രണ്ടാം പിടിച്ചോറെടുത്തപ്പോൾ യുദ്ധകാഹളം കേട്ടു. കുടകർ മലയാളത്താന്മാരെ ആക്രമിക്കാൻ വരുന്നു. പടപ്പുറപ്പാട് കേട്ടിട്ടും ഭക്ഷണം കഴിക്കുന്നത് വീരന് ചേർന്നതല്ല എന്നു മനസ്സിൽ കരുതിയ മന്ദപ്പൻ ചേകവർ തന്റെ ആയുധങ്ങളും എടുത്ത് പടക്കിറങ്ങാനൊരുങ്ങി. തല വാതിലിനു മുട്ടി ചോര വന്നു. അതു കണ്ട ചെമ്മരത്തി പടക്കിറങ്ങുമ്പോൾ ചോര കണ്ടാൽ മരണമുറപ്പെന്ന് പറഞ്ഞു. എന്നിട്ടും മന്ദപ്പൻ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ അവൾ തന്റെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. ചെമ്മരത്തിയുടെ ശാപവാക്കുകൾ സത്യമാവട്ടെ എന്നും പറഞ്ഞ് മന്ദപ്പൻ ഇറങ്ങി. പടയിൽ മന്ദപ്പൻ ചേകവർ വിജയിയായി. മലയാളത്താന്മാർ മന്ദപ്പന്റെ സഹായത്തോടുകൂടി കുടകരെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. അവർ ചേകവരെ തങ്ങളുടെ രക്ഷകനായി കണ്ടു. അവർ അവനെ വാനോളം പുകഴ്ത്തി. വിവരമറിഞ്ഞ അമ്മാവനും അമ്മായിയും സന്തോഷിച്ചു. ശാപവാക്കുകൾ ഉരുവിട്ടുപോയ ചെമ്മരത്തി ഭക്ഷണമൊരുക്കി തന്റെ പ്രിയനെ കാത്തിരുന്നു. തന്റെ നാക്കിൽ നിന്നും വീണുപോയ വാക്കുകളെക്കുറിച്ച് അവൾക്ക് അതിയായ ദുഃഖം തോന്നി. എങ്കിലും അവൻ തിരിച്ചു വരുന്നതിന്റെ പട ജയിച്ചു വരുന്നതിന്റെ സന്തോഷം അവൾക്കുണ്ടായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടുനിന്നില്ല. തിരികെ വീട്ടിലേക്കുള്ള വഴിമധ്യേ തന്റെ പീഠമോതിരവും ചെറുവിരലവും പോരിനിടയിൽ നഷ്ടപ്പെട്ട കാര്യം മനസ്സിലാക്കുകയും അത് വീണ്ടെടുക്കാൻ പോവുകയും ചെയ്തു. പരാജയത്താൽ കലിതുള്ളിയിരുന്ന കുടകിലെ പോരാളികൾ തിരികെ എത്തിയ മന്ദപ്പൻ ചേകവരെ ചതിയിൽ വെട്ടിനുറുക്കി. മന്ദപ്പനെ കാത്തിരുന്ന ചെമ്മരത്തി കദളി വാഴക്കൈയിൽ പീഠമോതിരവും ചെറുവിരലും വന്നു വീണതാണ് കണ്ടത്. തന്റെ പതിക്കു നേരിട്ട ദുര്യോഗത്തിൽ വലഞ്ഞ ചെമ്മരത്തി മന്ദപ്പന്റെ ചിതയിൽ ചാടി ജീവനൊടുക്കുകയും ചെയ്തു. അമ്മാവനും മകവൻ അണ്ണൂക്കണ്ണനും ശവസംസ്കാരം കഴിഞ്ഞു മടങ്ങവേ ദൈവക്കരുവായി മാറിയ മന്ദപ്പനെയും ചെമ്മരത്തിയെയും അണ്ണൂക്കൻ പുറം കണ്ണാലെ കണ്ടു. വെളിപാടുണ്ടായി. ഉറഞ്ഞുതുള്ളി. അമ്മാവന്റെ സാന്നിധ്യത്തിൽ മന്ദപ്പന്റെ കോലം കെട്ടിയാടിച്ചു. അമ്മാവൻ അരിയിട്ട് കതിവന്നൂർ വീരൻ എന്ന് പേരിട്ടു. ശ്രീ പരമേശ്വരന്റെ ചണ്ടാല വേഷധാരിയായ ശങ്കരാചാര്യരെ പരീക്ഷിച്ച പുരാവൃത്തത്തിന്റെ പശ്ചാത്തലത്തിലുണ്ടായ തെയ്യമാണിത് എന്ന് ചിലർ വിശ്വസിക്കുന്നു. 8-ാം നൂറ്റാണ്ടിൽ ശങ്കരാചാര്യരുടെ കൃതി മനീഷ പഞ്ചകത്തിൽ ഈ സംഭവം പരാമർശിക്കുന്നു. എല്ലാ തെയ്യങ്ങളുമായും ബന്ധപ്പെട്ടു പറഞ്ഞു കേൾക്കുന്ന പുരാവൃത്തങ്ങൾ ഏതെങ്കിലും ഗ്രാമകഥകളുമായി ചേർന്നു നിൽക്കുന്നതാണ്. ശങ്കരാചാര്യർ അലങ്കാരൻ എന്ന പുലയനുമായി വാഗ്വാദം നടത്തിയത് കണ്ണൂർ ജില്ലയിലെ പുളിങ്ങോം എന്ന പ്രദേശത്ത് വെച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. അതിപ്രാചീനമായ ശങ്കരനാരായണ ക്ഷേത്രത്തിൽ തലക്കാവേരിയിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം എത്തിച്ചേർന്നു എന്നും അവിടെ കൂടിയവരോട് അദ്വൈത തത്വത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തവേ അകലെ കുന്നിൻ ചെരുവിൽ ഇരുന്ന് അലങ്കാരൻ എന്ന പുലയ യുവാവ് അത് കേട്ട് പിറ്റേന്ന് പുലർച്ചെ തലക്കവേരിയിൽ പുറപ്പെട്ട ആചാര്യനോട് വഴിയിൽ നിന്ന് തീണ്ടലിനെ പറ്റി വാഗ്വാദം നടത്തി. അലങ്കാരന്റെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത ശങ്കരാചാര്യർ സമദർശിയായി മാറിയെന്നും കീഴ്ജാതിക്കാരനെ ഗുരുവായി വണങ്ങിയെന്നും കഥയ്ക്ക് ഉപഭോക്ത ബലകമായി. പുളിങ്ങോത്ത് നിന്നും തലക്കാവേരിയിലേക്കുള്ള ഒറ്റയടിപ്പാതയും ഒരേ വരമ്പിൽ നിന്ന് ബ്രാഹ്മണനും പുലയനും സംസാരിക്കുന്നത് ശരിയല്ലെന്ന ശാഠ്യം മാറ്റാൻ അലങ്കാരൻ തന്റെ കയ്യിലെ മാടിക്കോൽ വഴിയിൽ കുറുകെ വെച്ച് രണ്ടാക്കിയ വരമ്പാണ് ഇടവരമ്പ് എന്ന സ്ഥലപ്പേരെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. കുഞ്ഞിമംഗലത്ത് ചേണിച്ചേരി വീട്ടിൽ കുഞ്ഞമ്പു നാരായണൻ എന്ന ജന്മിക്ക് കൃഷി നടത്താൻ തിരുവർക്കാട്ട് കാവിൽ നിന്നും കൂട്ടിക്കൊണ്ടുവന്ന അടിയാന്മാരായ വള്ളിക്കുടിച്ചി വിരുന്തിക്കും മണിയൻ കാഞ്ഞാനും കല്യാണം കഴിച്ച് അതിലുണ്ടായ സന്താനമാണ് കാരി. ചെമ്പിടാർ കുരിക്കളുടെ കീഴിൽ കാരി അക്ഷരവിദ്യ പഠിച്ചു. കളരിവിദ്യ പഠിക്കണമെന്ന് ആശ ജനിച്ചെങ്കിലും പുലയനായതിനാൽ കളരിയിൽ പ്രവേശനം ലഭിച്ചില്ല. ചേണിച്ചേരി കുഞ്ഞമ്പു എന്ന ജന്മി അതിനൊരു പരിഹാരം കണ്ടു. പേരുമാറ്റി. തന്റെ പേരും വീട്ടുപേരും മേൽവിലാസമായി മാറ്റി പറയാൻ അനുവദിച്ചു. അപ്രകാരം കാരി മാടായി കളരി, നെക്കണം കളരി തുടങ്ങിയ 18 കളരികളിൽ ചേർന്ന് വിദ്യ പഠിച്ചു. ചോദിയാൻ കളരിയിൽ നിന്നും ആൾമാറാട്ട വിദ്യയും പഠിച്ചു.
കാരി മാടായി കളരിയിൽ തിരിച്ചു വന്നതിനു ശേഷം കാരിക്ക് കുരിക്കൾ സ്ഥാനം ലഭിച്ചു. മന്ത്രവാദ കുരിക്കളായി മന്ത്രവാദം നടത്തുവാനുള്ള അനുവാദം ചേണിച്ചേരി കുഞ്ഞമ്പു നൽകി. അള്ളടം നാട്ടിലെ തമ്പുരാന്റെ ഭ്രാന്തി ചികിത്സിക്കാൻ വിളി 6 തവണ വന്നിട്ടും കുഞ്ഞമ്പു പോവാൻ അനുവദിച്ചില്ല. 7ാമത് ചെമ്പോല പ്രമാണമാണ് വന്നത്. കാരിയെ അയച്ചാൽ പകുതി സ്വത്ത് കൊടുക്കാമെന്ന് തറവിൽ എഴുതിയിരിക്കുന്നു. കാരിഗുരുക്കൾ ശിഷ്യന്മാരുമായി പുറപ്പെട്ടു. അള്ളടം കോവിലകത്തെത്തി. മന്ത്രവാദം തുടങ്ങി. ബാധ ഇളകി തുള്ളി തുടങ്ങി. കുരുക്കളുടെ കയ്യിൽ നിന്നും മദ്യം വാങ്ങി കുടിച്ചത് മറ്റുള്ളവർക്ക് ഇഷ്ടമായില്ല. ഭ്രാന്ത് മാറിയപ്പോൾ തമ്പുരാക്കന്മാരുടെ വിധം മാറി. സ്വത്ത് പകുതി നൽകാൻ അവർ തയ്യാറല്ലായിരുന്നു. ചെമ്പോലപ്രകാരം തരണമെങ്കിലും പുളിപ്പാലും നരിജടയും കൊണ്ടുവരണം എന്നായി കൽപ്പന. കാരിഗുരുക്കൾക്ക് ആൾമാറാട്ട വിദ്യ അറിയാമെന്നതിനാൽ വീട്ടിൽ പോയി എല്ലാവരോടും തന്റെ ഉദ്ദേശം പറയുന്നു. രാത്രി താൻ പുലിവേഷം പൂണ്ടുവരുമ്പോൾ അരികഴുകിയ വെള്ളം മുഖത്തൊഴിക്കണമെന്നും പച്ചച്ചാണകം കലക്കിയ വെള്ളത്തിൽ ചൂൽമുക്കി മുഖത്ത് അടിക്കണമെന്നും ഭാര്യയെ ചട്ടം കെട്ടി. കാട്ടിൽ ചെന്ന് പുലിവേഷം കെട്ടി പുലിരൂപത്തിൽ പുലിപ്പാലും നരിചടയും കൊണ്ടുവന്ന് കോവിലകത്ത് പടിക്കൽ വെച്ചു. അതേ വേഷത്തിൽ വീട്ടിൽ രാത്രിയിലെത്തി. ഭാര്യ പുലിവേഷം കണ്ട് ഭയന്ന് വാതിൽ തുറന്നില്ല. ചെയ്യാൻ പറഞ്ഞതെല്ലാം അവർ മറന്നും പോയി. പുലിയാകട്ടെ പുരതുള്ളി അകത്ത് കയറി അവളെ പിളർന്നു തിന്നു. സ്വന്തം രൂപം തിരിച്ചെടുക്കാനാവാതെ കാരി പുലിയായി അവിടെ നിന്നും മറഞ്ഞു. പുലി പാതാളത്തിൽ ലയിച്ചു. കുറച്ചു നാളുകൾക്കുള്ളിൽ അള്ളടം തമ്പുരാന് ബാധ ഇളകി. പുലി മറഞ്ഞ തൊണ്ടച്ചന്റെ കോപമാണ് കാരണമെന്നും കണ്ട് തേനിച്ചേരി കുഞ്ഞമ്പുവിന് സ്വത്തിൽ പാതി നൽകി. കാരിയുടെ രൂപം സ്വർണം കൊണ്ടുണ്ടാക്കി കാരി കുരുക്കളുടെ തെയ്യം കെട്ടിയാടിക്കാനും തുടങ്ങി. ഉത്തര കേരളത്തിലെ കാവുകളിൽ ആരാധിച്ചു വരുന്ന ഒരു പ്രധാന ദേവതയാണ് ഗുളികൻ. ശ്രീ മഹാദേവന്റെ ഇടത്തെ തൃക്കാൽ പെരുവിരൽ പൊട്ടിപ്പിളർന്നുണ്ടായ അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ദേവനാണ് ഗുളികൻ. ഉത്തര കേരളത്തിലെ മലയ സമുദായം കുലദേവതയായി കണ്ട് ഗുളികനെ ആരാധിക്കുന്നു. യമന്റെ സങ്കല്പത്തിലുള്ള ദേവനാണ് ഗുളികൻ. പുറങ്കാലൻ, കരിങ്കാലൻ എന്നീ പേരുകളിലും ഗുളികനുണ്ട്. ഉത്തര കേരളത്തിലെ ഒട്ടുമിക്ക സമുദായങ്ങളും ഗുളികന്റെ ആരാധനകൾ ചെയ്തു വരുന്നു. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവതയാണ് ഗുളികൻ. സർവവ്യാപ്തിയായ ഗുളികന്റെ നോട്ടമോ സഞ്ചാരമോ ഇല്ലാത്ത സ്ഥലങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉപാസകന്മാർ ഉറച്ചു വിശ്വസിക്കുന്നു. ജനന മരണകാരകനായ ഗുളികന്റെ സാന്നിധ്യമാണ് പ്രപഞ്ചത്തിന്റെ കർമ്മഗതിയെ നിയന്ത്രിക്കുന്നത്. അന്തകൻ എന്ന നിലയിലും ജനന മരണങ്ങളുടെ കാരണഭൂതൻ എന്ന നിലയിലും ഗുളികന് മുഖ്യ സ്ഥാനമുണ്ട്. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമാകും എന്നും പറയപ്പെടുന്നു. ഭക്തന്മാർക്ക് വന്നുഭവിക്കുന്ന സർവ്വദോഷങ്ങളും ദൂരീകരിക്കുന്ന ദേവനും കൂടിയാണ് ഗുളികൻ. ഗുളികന് ഉത്തര കേരളത്തിന്റെ വടക്കും തെക്കുമായി രൂപത്തിലും പുരാവൃത്തത്തിലും വ്യത്യാസമുണ്ടെങ്കിലും കാലന്റെ സങ്കല്പത്തിലുള്ള ആരാധനയും ഉപാസനാ ലക്ഷ്യവും തികച്ചും ഒന്നുതന്നെയാണ്. തെയ്യത്തെ പോലെ സമാന അനുഷ്ഠാന കലകളായ തിറയും തുളുനാട്ടിലെ ഭൂതകോലത്തിലും ഗുളികനെ കെട്ടിയാടാറുണ്ട്. മൃഗണ്ഡു എന്ന മുനി പുത്രലാഭത്തിനു വേണ്ടി ഏറെക്കാലം പരമശിവനെ തപസ്സു ചെയ്തു. ഒടുവിൽ പ്രത്യക്ഷനായ പരമശിവൻ അദ്ദേഹത്തിന്റെ ആഗ്രഹം കേട്ടപ്പോൾ ചോദിച്ചു, 100 വയസ്സുവരെ ജീവിക്കുന്ന മന്ദബുദ്ധിയായ മകനെ വേണോ, അതോ 16 വയസ്സു മാത്രം ആയുസുള്ള മഹാപണ്ഡിതനായ ഒരു മകനെ മതിയോ? ആയുസ് കുറവാണെങ്കിലും അറിവുള്ള ഒരു മകനെ മതിയെന്ന് മുനി ഉത്തരം പറഞ്ഞു. അതുപ്രകാരം തനിക്ക് പിറന്ന മകന് മാർക്കണ്ഡേയൻ എന്ന പേരിട്ടു. അച്ഛനമ്മമാരുടെ കണ്ണിലുണ്ണിയായ മകന് 16 വയസ്സു തികഞ്ഞപ്പോൾ മാതാപിതാക്കൾ അവനെ ഓർത്ത് വിലപിക്കാൻ തുടങ്ങി. 16 വയസ്സുവരെ മാത്രമേ തനിക്ക് ആയുസുള്ളൂ എന്ന് മനസ്സിലാക്കിയ മാർക്കണ്ഡേയൻ കഠിനമായ ശിവഭജനം ആരംഭിച്ചു. ശിവലിംഗത്തിനു മുന്നിൽ മന്ത്രം ചൊല്ലി മാർക്കണ്ഡേയൻ പ്രാർത്ഥനാ നിരതനായപ്പോൾ മരണദേവനായ കാലൻ കാലപാശവുമായി പോത്തിൻമുകളിലേറി വന്നു. കാലന്റെ വിളി കേട്ട മാർക്കണ്ഡേയൻ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കാലൻ കുരുക്കെറിഞ്ഞ് വലിച്ചപ്പോൾ ശിവലിംഗമടക്കം പിഴുതു വീണു. കോപാകുലനായ പരമേശ്വരൻ നെറ്റിക്കണ്ണിലെ തീയിൽ കാലനെ ഭസ്മമാക്കി. ശേഷം കാലനില്ലാത്ത കാലത്ത് ജീവജാലങ്ങൾക്ക് മരണമില്ലാത്ത അവസ്ഥയുണ്ടായി. തുടർന്ന് പരമശിവന്റെ അനുഗ്രഹത്തോടെ ഇടത്തെ തൃക്കാൽ പെരുവിരലിൽ നിന്ന് പുനർജനിച്ച കാലനാണ് ഗുളികൻ. കണ്ണൂരിലെ കൊട്ടിയൂരിനടുത്തുള്ള മണത്തണയിൽ നാട്ടുരാജാവിനാൽ അപമൃത്യുവിനിരയായ സുന്ദരിയും തർക്കശാസ്ത്ര വിദഗ്ധയുമായ താഴ്ന്ന ജാതിയിൽപ്പെട്ട നീലി എന്ന സ്ത്രീയാണ് മരണശേഷം നീലിയാർ ഭഗവതിയായി മാറിയത് എന്ന് വിശ്വാസം. മണത്തണയിലത്ത് എത്തുന്ന യാത്രികർ കുളിക്കാനായി ഇല്ലക്കുളത്തിലെത്തുമ്പോൾ സുന്ദര രൂപത്തിൽ നീലിയാർ ഭഗവതി അവരോട് എണ്ണയും താളിയും വേണോ എന്ന് അന്വേഷിക്കുകയും
അങ്ങനെ അരികിൽ വരുന്നവരെ കൊന്ന് ചോര കുടിക്കുകയും ചെയ്യും. കുളിക്കാനായി ചെന്ന ആരും തിരിച്ചു വന്നിട്ടില്ല. ഒരിക്കൽ പണ്ഡിതനായ കാളക്കാട്ടില്ലത്തെ നമ്പൂതിരി അവിടെ എത്തുകയും ഭക്ഷണത്തിനു മുമ്പായി കുളിക്കാനായി ഇല്ലക്കുളത്തിലേക്ക് പോവുകയും ചെയ്തു. അവിടെ മറുകരയിൽ സുന്ദരിയായ നീലിയെ കണ്ടു. ആറുന്ന ചോദ്യത്തിന് നമ്പൂതിരി കാളക്കാട്ടെന്ന് മറുപടിയും മറു ചോദ്യത്തിന് കാളിയെന്ന് നീലിയും മറുപടി പറഞ്ഞു. ഭഗവതി എണ്ണയും താളിയും നൽകുകയും ചെയ്തു. അമ്മ തന്ന അമൃതാണിതെന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണയും താളിയും കുടിച്ചു. അമ്മയെന്ന് വിളിച്ചതിനാൽ അദ്ദേഹത്തെ കൊല്ലാതെ അവരോടൊപ്പം ഭഗവതി ഇവിടേക്ക് ഓലക്കുടയിൽ കയറി വന്നു. പശുവും പുലിയും ഒന്നിച്ച് സ്നേഹത്തോടെ കഴിയുന്നിടത്ത് തന്നെ കുടിയിരുത്തണമെന്ന് ഭഗവതി പറഞ്ഞുവെന്നും അങ്ങനെ മാങ്ങാട്ടുപറമ്പിൽ പശുവും പുലിയും ചേർന്ന് മേയുന്നത് കണ്ടെന്നും ഇവിടെ കുട ഇറക്കി വെച്ച് വിശ്രമിച്ചെന്നും കഥ.